മറ്റേ ഈ വീട്ടിലുള്ള പവർ ടീം അല്ലാത്തവരുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതാണ് എനിക്ക് വേണ്ടത്. ഇന്ന് അൻസിബ ചെയ്തതിൽ കാമുണ്ടോ, അല്ലെങ്കിൽ അൻസിബ ചെയ്തതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? അതായത് എന്താ ഞാൻ അഭിപ്രായം ചോദിക്കുകയാണ് സിബിനോട്. എനിക്ക് ഒരാളുടെ അഭിപ്രായത്തിനോട് ഒരാൾ ചെയ്തതിനെ കുറിച്ച് എനിക്ക് കമന്റ് പറയാൻ ഞാൻ ആരുമല്ല, ഞാൻ പറയത്തില്ല. വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ പോലും ഇവിടെ ആർക്കും പറ്റില്ല. എന്താണ് അഭിപ്രായം? അൻസിബ പറഞ്ഞത് എന്താണ്? അപ്സര പറഞ്ഞതുകൊണ്ട് അത് ഞാൻ പറയട്ടെ, അപ്സര എന്നുള്ള വ്യക്തി ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് അത്തരത്തിൽ ഉപാസനയ്ക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കണം എന്ന് ഞാൻ അപ്സരയോട് പറഞ്ഞിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആള് ഒരു പ്രശ്നം ഒരാളുമായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണമെന്ന് ഞാൻ അപ്സരയോട് പറഞ്ഞിരുന്നു. അത് ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞു, വിത്ത് പവർ കംസ് റെസ്പോൺസിബിലിറ്റി. അത് ആ റെസ്പോൺസിബിലിറ്റി പെടുന്ന ഒരു സാധനമാണ്. ഒരാളുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കണം ഏത് വിധേന. അത് എന്താ പറയാ, കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിലും അതെ, നിങ്ങൾ വേറെ എന്തെങ്കിലും വഴിയിലാണെങ്കിലും അതെ. പക്ഷെ നിങ്ങൾ പറയുന്ന ഇവിടെയുള്ള എല്ലാവരും അനുസരിക്കണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ആ കോംപ്രമൈസ് ചെയ്തേ പറ്റും. ഞാൻ പറയാം, ഞാൻ പവർ ടീമിലെ മെമ്പറാണ്, എനിക്ക് പവർ ഉണ്ട്. പക്ഷേ അതിലുപരി ഞാനൊരു വ്യക്തിയാണ്. എനിക്കുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള്. സിബിൻ ചേട്ടൻ അറിയില്ല എന്താണ് ഇവിടെ നടന്നതെന്നും എന്താണ് അങ്ങോട്ട് കൂടി സംസാരിച്ചത്. അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, നാളെ സിബിൻ ചേട്ടന് ഓപ്പോസിറ്റ് ഇത് വന്നാൽ സിബിൻ ചേട്ടൻ ഇതേ റിയാക്ഷൻ എടുക്കില്ലെന്ന് നിങ്ങൾ ഞാൻ പറയട്ടെ. അല്ലല്ല, സമാധാനിപ്പിക്കാനല്ല. ഇത് പവർ ടീമിൽ ഞാൻ കയറിയതിനു ശേഷം ഉണ്ടായ ഒരു പ്രശ്നമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം. പവർ ടീമില് ഒരാളും പവർ ടീമിന്റെ മെമ്പറായിട്ട് നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആള് ചെയ്താല് റെസ്പെക്ട് തന്നോണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അതേ റെസ്പെക്ടോടെ കാര്യം അറിയാതെ സംസാരിക്കുന്നത്. ഞാനത് സോൾവ് ചെയ്യണമെന്ന് അപ്സരോട് പറയുന്നില്ല. അപ്സര അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ല. പറഞ്ഞല്ലോ, ഞാൻ ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് ഞാൻ നന്മയല്ലല്ലോ തുപ്പണേ. എനിക്ക് ഉള്ളിൽ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇഷ്ടമല്ലാന്ന് തന്നെ പറയണത്. ആ റീസൺ കൊണ്ടൊന്നല്ലല്ലോ വന്ന് നിക്കാത്ത. എനിക്ക് അവൾ ഇന്നലെ വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞിരുന്നല്ലോ, എന്നെ ഇങ്ങനെ വിളിച്ച് കമാൻഡ് ചെയ്യുന്ന ഒരാള് ഇന്നും പറയുന്നത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആരാവും? അവളുടെ വേലക്കാരിയായി. ഇന്നലെ ഇങ്ങനെ വിളിച്ചപ്പോ പറഞ്ഞു എനിക്കത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. ഇന്നും അങ്ങനെ ചെയ്തു. ഇന്നങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ മനസ്സിന് എടോ അങ്ങനെ ഒരു സാധനം ചെയ്ത് നമുക്ക് കേട്ടോ മനസ്സിന് പോവാൻ ടൈം എടുക്കൂലേ? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതാ.